ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയാണ്. വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ നാം വിചിന്തനം ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. പരിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശ എന്ന വിഷയമാണ് നാം വിചിന്തനം ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയെ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന് വിളിച്ച് വിചിന്തനം ചെയ്യാൻ കാരണം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് അനുദിനമുള്ള കുർബാനയിൽ പങ്കെടുക്കാൻ അനവധി ആളുകൾ വരുന്നുവെന്നതാണ്. അതുമാത്രമല്ല, അൾത്താരയിൽ നിന്ന് നോക്കുമ്പോൾ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നതും, കുർബാനയ്ക്ക് ശേഷം പലരും വന്ന് പറയും, അച്ഛാ, അപ്പം ഉയർത്തുമ്പോൾ ഞങ്ങൾ സത്യമായിട്ടും യേശുവിനെയാണ് കാണുന്നത്. ഒരു ബലിയർപ്പകനും ബലിയിൽ പങ്കെടുക്കുന്നവരും പരിശുദ്ധ കുർബാനയിലൂടെ അഭിഷേകത്തിലേക്ക് വരുന്നത് എത്രമാത്രം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ പൗരോഹിത്യത്തിലെ ഏറ്റവും സുവർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുവെന്നാണ് ഞാൻ വിചിന്തനം ചെയ്യുന്നത്. നമുക്കറിയാം, ഓരോ കുർബാനയിലും യേശു സത്യമായിട്ടും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വരുന്നു എന്നുള്ള വിശ്വാസ സത്യം. പരിശുദ്ധ കുർബാനയെ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന് വിളിച്ചത് ബെനഡിക്റ്റ് പാപ്പയാണ്. ജീവിക്കുന്ന ദൈവശാസ്ത്ര ഡിക്ഷണറിയാണ് ബെനഡിക്റ്റ് പാപ്പ. ജീവിക്കുന്ന വിശുദ്ധനാണ് ബെനഡിക്റ്റ് പാപ്പ. ബെനഡിക്റ്റ് പാപ്പയുടെ ഓരോ നോട്ടവും നടപ്പും ഓരോ ദൈവശാസ്ത്രമാണ്, ആധ്യാത്മികതയാണെന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയാറുണ്ട്. സാക്രമെന്തും കാരിത്താത്തീസ് എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ ബെനഡിക്റ്റ് പാപ്പ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് ഇത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. കാരണം പരിശുദ്ധ കുർബാനയിൽ മനുഷ്യന് യേശുക്രിസ്തു തന്നെ ദാനമായി കൊടുക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് തന്നെ തൻ്റെ ശരീരത്തെ, തൻ്റെ രക്തത്തെ ഈശോ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സമ്മാനമായിട്ട് നൽകുന്നു. യോഹന്നാൻ 15:13 സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ വാക്യങ്ങൾ ഈ പരിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ യേശുക്രിസ്തു അനർത്ഥമാക്കിയെന്ന് ബെനഡിക്റ്റ് പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ യേശു തൻ്റെ ജീവൻ നൽകുക മാത്രമല്ല ചെയ്തത്, അതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ മാനവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് പരിശുദ്ധ കുർബാന മാറുകയാണ്. ഈ ലോകത്തെ രക്ഷിക്കാൻ അത്രമാത്രം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകപുത്രനെ നൽകുകയാണ്. അപ്പം പരിശുദ്ധ കുർബാന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തപ്പെടുകയാണ്. അതായത് ഈ കൂദാശയിലൂടെ വേദനിക്കുന്ന മനുഷ്യനെ, രോഗിയായ മനുഷ്യനെ
സങ്കടത്തിലായിരിക്കുന്ന മനുഷ്യനെ ദൈവം അൾത്താരയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ ഇങ്ങനെ അനുദിന കുരിശും വഹിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ്റെ യാത്രയിൽ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം അവൻ്റെ സഹയാത്രികനാകുന്നു. അപ്പോൾ അവൻ ഒറ്റക്കല്ല. പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ ഭാഗവാക്കാകുന്നു. പരിശുദ്ധ കുർബാനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭ യോഹന്നാൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുകയാണ്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഓരോ ദിവസങ്ങളിൽ കുർബാനയെ പങ്കെടുക്കുമ്പോൾ അപ്പം എടുത്തുയർത്തി സഭ പഠിപ്പിക്കുന്നു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സഭ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ ശിഷ്യന്മാർ ചെയ്തതുപോലുള്ള കാര്യമാണ്. സഭാമക്കള് ആ പരിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് വരണം. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചതുപോലെ, ഗുരുവേ, അങ്ങ് എവിടെ വസിക്കുന്നു? സഭ ആഗ്രഹിക്കുന്നതും സഭാമക്കള് പരിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് വരണം. എന്നിട്ട് പറയണം, ദൈവമേ, അങ്ങ് എവിടെ വസിക്കുന്നു? ഈശോ യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉത്തരം, വരുവിൻ, വന്ന് കാണുവിൻ എന്ന് പറഞ്ഞാൽ വരുവിൻ, വന്ന് അനുഭവിക്കുവിൻ. ഈ പരിശുദ്ധ കുർബാനയുടെ അനുഭവമുള്ള ക്രിസ്ത്യാനിയാണ് ഈ ഒരു അനുഭവത്തിന് ശേഷം തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് വന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ലോകത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെ ഞങ്ങൾ രക്ഷകനെ കണ്ടു എന്ന് ഈ ഒരു ക്രിസ്ത്യാനിക്ക്, പരിശുദ്ധ കുർബാനയുടെ അനുഭവമുള്ള ക്രിസ്ത്യാനിക്ക് മാത്രമാണ് ലോകത്തിനോട് പറയാൻ സാധിക്കുക, ഞങ്ങൾ രക്ഷകനായ കർത്താവിനെ കണ്ടു. ഈ ഒരു അനുഭവമില്ലാത്തവർക്ക് അവരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അവർക്കൊരിക്കലും സാക്ഷ്യം നൽകാൻ സാധിക്കില്ല. അപ്പം ഈ ഒരു അനുഭവമുള്ളവർക്ക് മാത്രമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാൻ സാധിക്കുക. നമ്മുടെ ഹൃദയം, മനുഷ്യ ഹൃദയം എന്തിനോ വേണ്ടി ദാഹിക്കുന്നു എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. വിശുദ്ധ അഗസ്തീനോസ് തന്നോട് തന്നെ ചോദിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് എന്താണ്? അദ്ദേഹം തന്നോട് തന്നെ ചോദിച്ചു, എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് എന്തിനാണ്? അവസാനം അദ്ദേഹം ഉത്തരം കണ്ടെത്തി, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവാണ് എൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നത്. അപ്പോൾ മാനവകുലത്തിൻ്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളും ആഗ്രഹങ്ങളും എല്ലാം മാറുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ, ജീവിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടണമെന്ന് വിശുദ്ധ അഗസ്തീനോസ് ആഹ്വാനം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രസിദ്ധമായ ഈ വാക്കുകൾ നമുക്ക് പരിചിതമുള്ളതാണല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അങ്ങിൽ അഭയം പ്രാപിക്കും വരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അപ്പോൾ ഈ പരിശുദ്ധ കുർബാന, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു മനുഷ്യഹൃദയങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. തന്നിലേക്ക് ആകർഷിക്കുക മാത്രമല്ല, പരിശുദ്ധ കുർബാനയിലൂടെ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നു, മനുഷ്യനെ അനുഗ്രഹിക്കുന്നു, രോഗസൗഖ്യം കൊടുക്കുന്നു, നവീകരണം കൊടുക്കുന്നു, പാപമോചനം കൊടുക്കുന്നു. ഇത് സഭ സൗജന്യമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ ലോകത്തിന് മുഴുവൻ വാഗ്ദാനം ചെയ്യുകയാണ്. വലിയ കൃപകളുടെ, അനുഗ്രഹങ്ങളുടെ കൂദാശയാണ് പരിശുദ്ധ കുർബാനയെന്ന് സഭ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം പരിശുദ്ധ കുർബാനയിലൂടെ അവർക്ക് ഉത്തരം കിട്ടുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന സകല മനുഷ്യരും അവരുടെ മനസ്സിലെ അസ്വസ്ഥതകളെല്ലാം പരിശുദ്ധ കുർബാനയെ കണ്ടുമുട്ടുന്നതോടെ
അവർക്കെല്ലാവർക്കും ഒരു ഉത്തരം ലഭിക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം സക്കേവൂസിൻ്റെ ജീവിതം. കുള്ളനായ സക്കേവൂസ് ഈ ലോകത്തിൻ്റെ അംഗീകാരം കിട്ടാൻ, ഈ ലോകത്തിൻ്റെ ബഹുമാനം കിട്ടാൻ പണം സമ്പാദിക്കുക എന്ന തത്വചിന്തയ്ക്ക് അടിമയായിരുന്നു. പണത്തിനു മീതെ പരുന്തം പറക്കില്ല എന്ന ചിന്തയായിരുന്നു സക്കേവൂസ്. അതുകൊണ്ട് പണം ഉണ്ടാക്കുക. പക്ഷെ പണമുണ്ടായി കഴിഞ്ഞപ്പോഴോ എന്നിട്ടും തൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്തിനോ വേണ്ടി ദാഹിക്കുകയായിരുന്നു. ഇത് ആധുനിക ലോകത്ത് നമ്മുടെ പലരുടെ അവസ്ഥയല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുക, ഈ ലോകത്ത് സ്വസ്ഥത കിട്ടാൻ നാം പണമുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കും. എന്നിട്ടും പണം ഉണ്ടായിട്ടോ, വീടുണ്ടായിട്ടോ, സൗകര്യങ്ങളുണ്ടായിട്ടോ, മക്കളുണ്ടായിട്ടോ, ജീവിത പങ്കാളികൾ ഉണ്ടായിട്ടോ നമ്മുടെ മനസ്സ് അസ്വസ്ഥമല്ലേ? അപ്പോൾ ഈ അസ്വസ്ഥമായ മനസ്സ് ഇങ്ങനെ ആഗ്രഹിച്ചു. യേശുവിനെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ പാലസ്തീന തെരുവീതികളിൽ പാപങ്ങൾ മോചിച്ച് രോഗസൗഖ്യം കൊടുത്ത് വിടുതൽ കൊടുക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടുവാൻ സക്കേവൂസ് ആഗ്രഹിക്കുകയും കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു ചുവട് വെച്ചപ്പോൾ വചനം പറയുന്നത് കർത്താവ് 2 ചുവട് സക്കേവൂസിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇതാ ദൈവത്തെ കാണുവാൻ, ദൈവത്തെ തേടുവാൻ മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ, തൻ്റെ ഹൃദയം ഉയർത്തിയപ്പോൾ ഇതാ ദൈവം മനുഷ്യരുടെ അടുത്തേക്ക് വരികയാണ്. സക്കേവൂസേ, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിലേക്ക് ദാഹത്തോടെ ഉറ്റുനോക്കുന്നവരുടെ അടുത്തേക്ക് പരിശുദ്ധ കുർബാന പറയുന്നത്, ഞാൻ ഇന്ന് നിൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്, ഞാൻ നിൻ്റെ കുടുംബത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സാന്നിധ്യം, രക്ഷാകരമായ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബത്തിന് രക്ഷ നൽകുന്നത്. ഈശോ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഈശോ പറഞ്ഞില്ലേ, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പം നമുക്കും രക്ഷ ലഭിക്കാൻ പരിശുദ്ധ കുർബാനയിലേക്ക് ഉറ്റുനോക്കുകയും പരിശുദ്ധ കുർബാനയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുകയും അങ്ങനെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറുകയും നമ്മളിലൂടെ നമ്മുടെ കുടുംബവും കുടുംബാംഗങ്ങളും വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവശാസ്ത്രമാണ് പരിശുദ്ധ കുർബാന, സ്നേഹത്തിൻ്റെ കൂദാശ എന്ന് പറഞ്ഞ് ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിക്കുന്നത്. മനുഷ്യഹൃദയം സന്തോഷം ലഭിക്കാൻ, ആശ്വാസം ലഭിക്കാൻ ഇതിനേക്കാൾ ശക്തമായ ഒരു ആധ്യാത്മികത കത്തോലിക്ക സഭയ്ക്ക് നൽകാനില്ല. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ രോഗശാന്തി പ്രാർത്ഥന പരിശുദ്ധ കുർബാനയാണ്. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥന പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയിൽ ആ അപ്പവും വീഞ്ഞും സത്യമായിട്ടും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുകയാണ്. സഭാപിതാവായ വിശുദ്ധ സിറിൽ തൻ്റെ മതബോധന പ്രബോധനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നമ്മുടെ മുൻപിലുള്ള ബലിവസ്തുക്കളുടെ മേൽ അപ്പത്തെ ക്രിസ്തുവിൻ്റെ ശരീരമാക്കി മാറ്റാനും വീഞ്ഞിനെ ക്രിസ്തുവിൻ്റെ രക്തമാക്കി മാറ്റാനും തൻ്റെ പരിശുദ്ധാത്മാവിനെ കാരുണ്യപൂർവ്വം അയക്കാൻ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നതെല്ലാം പവിത്രീകരിക്കപ്പെടുകയും പൂർണ്ണ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ ബലിവേദിയിൽ ഈ ബലിവസ്തുക്കളുടെ മേൽ കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനാണ്. വിശുദ്ധ സിറിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് വന്ന് ഈ ഗോതമ്പ് അപ്പത്തെ സ്പർശിക്കുമ്പോൾ, ഈ വീഞ്ഞിനെ സ്പർശിക്കുമ്പോൾ അവ കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ പരിശുദ്ധ കുർബാന നമ്മെ സ്പർശിക്കുമ്പോൾ നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുകയാണ്, രൂപാന്തരപ്പെടുകയാണ്, നന്മയുള്ളവരാക്കപ്പെടുകയാണ്.
തിന്മകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കാൻ പരിശുദ്ധ കുർബാനയുടെ ഒരു സംരക്ഷണ വലയം തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ മക്കളുടെ മേൽ, നമ്മുടെ ജീവിതങ്ങളുടെ മേൽ ആ ഒരു സംരക്ഷണ വലയം തന്നെ അവിടെ ആവിർഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദികർ ബലിയർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്തം പഠിപ്പിക്കുകയാണ്. ഇവിടെ അപ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ ഏലിയായെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, അപ്പോസ്തലന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ആധുനിക സഭയിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകരിലൂടെ സഭയെ ശക്തിപ്പെടുത്തുന്ന അതേ പരിശുദ്ധാത്മാവ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അനുദിനം കുർബാനകളിൽ പങ്കെടുക്കുന്നവർ അവരുടെ മുഖത്ത് തെളിച്ചമുള്ളതായിട്ട് മാറുന്നത്. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആത്മാർത്ഥതയോടെ, തുറവിയോടെ ആ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോഴാണ് അവരുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നത്. പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ അവർ പിന്നീട് കാണുന്നത് ഗോതമ്പ് അപ്പമല്ല, സത്യമായിട്ടും ക്രിസ്തുവിൻ്റെ ശരീരത്തെ കണ്ടുമുട്ടുന്നു. ഈ കണ്ടുമുട്ടലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിന് രോഗസൗഖ്യം ലഭിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തിന്മകൾ ബഹിഷ്കരിക്കപ്പെടുന്നത്, സാത്താൻ കോട്ടകൾ തകർക്കുന്നത്. ഈ പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള കണ്ടുമുട്ടലാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്, ഒരു നവീകരണത്തിലേക്ക് നയിക്കുന്നത്, ഒരു ആത്മീയമായ ഒരു അനുഭവം തരുന്നത്. അന്തിമത്താഴ വേളയിൽ ക്രിസ്തു ഉച്ചരിച്ച വാക്കുകളിൽ റൂഹ പ്രാർത്ഥനയും അടങ്ങിയിരിക്കുകയാണ്. അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരമാകാനും അവയുടെ സ്വീകരണം വഴി സമൂഹം മുഴുവൻ ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുവാനുമുള്ള റൂഹ പ്രാർത്ഥന. അപ്പം നമ്മുടെ കുടുംബങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതൊരു റൂഹ പ്രാർത്ഥനയായിട്ട് മാറുന്നുവെന്ന് ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിക്കുകയാണ്. സാക്രമെന്തും കാരിത്താത്തീസ് എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആ അന്ത്യത്താഴവേളയിലെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകുകയും അതേ അനുഭവം തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ ഇന്ന് നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വരികയും നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി മാറണമെന്ന് സഭ ആഗ്രഹിക്കുകയാണ്. ആ ഒരു വീക്ഷണത്തിലേക്കാണ് പരിശുദ്ധ കുർബാനയിലൂടെ സഭ നമ്മെ നയിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് വചനം പറയുന്നത് പോലെ വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധ കുർബാനയിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന വലിയ ആത്മാവിൻ്റെ അഭിഷേകമാണ് ആ വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. അതിൻ്റെ ദൈവശാസ്ത്ര വിശകലനമല്ല അച്ഛൻ ആഗ്രഹിച്ചത്. നേരെ മറിച്ച് ആ സ്നേഹത്തിൻ്റെ കൂദാശയുടെ ശക്തിയും അതെങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുവാനുമാണ് ഞാൻ പരിശ്രമിച്ചത്. അപ്പോൾ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, വിഷാദത്തിലും ആത്മഹത്യയുടെ ആ അവസ്ഥയിലുമായിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലേക്ക് ഉറ്റുനോക്കുക. പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയാത്ത, നമ്മുടെ ബുദ്ധിക്ക് നിർവചിക്കാനാവാത്ത ആശ്വാസം പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കഴിഞ്ഞ 2000-ലധികം വർഷത്തെ കത്തോലിക്ക സഭയുടെ
പരിശുദ്ധ കുർബാനയാണ്. ഇന്ന് ഈ വചനം, തിരുവചനം എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകൾ പരിശുദ്ധ കുർബാനയിലേക്ക് ഉയർത്തുക. കണ്ണുകൾ അടച്ചു പിടിച്ച് പരിശുദ്ധ കുർബാനയെ ധ്യാനിക്കുമ്പോൾ ജീവിക്കുന്ന കർത്താവിനെ നമ്മുടെ മുൻപിൽ കാണുവാൻ നമുക്ക് സാധിക്കും. ആ കർത്താവിന് രക്ഷ നൽകാൻ കഴിവുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ കുടുംബങ്ങൾക്ക് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മികത വളർന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അത്ഭുതങ്ങളുടെ, വിസ്മയങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളെ നവീകരിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിച്ച ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തണമേ. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക്, വിശ്വാസമില്ലാതെ കഴിയുന്നവർക്ക് പരിശുദ്ധ കുർബാന അവർക്ക് വിശ്വാസം കൊടുക്കട്ടെ. അന്ധകാരത്തിൽ നിന്നും വിടുതൽ കൊടുക്കട്ടെ. നിരാശയിലും കഷ്ടതകളിലും ജീവിക്കുന്നവർക്ക് പരിശുദ്ധ കുർബാനയിലൂടെ അത്ഭുത വിടുതൽ ലഭിക്കട്ടെ. യേശുവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.